നമസ്കാരം. ഞാനിപ്പോൾ മധുരയിലുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ വന്ന് ദർശനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പരിസരം ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 8 മണിയായി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല, നേരെ ക്ഷേത്ര പരിസരത്തിൻ്റെ കാഴ്ചയിലേക്ക്. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലുള്ള റൂം തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ റൂം വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുള്ളൊരു പിടിയാനയുണ്ട്. അതുപോലെ തന്നെ ഒരു കാളയെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇവിടെ ഒരു എഴുന്നള്ളത്തൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു തേര് പോലെ വരുന്നുണ്ട് കേട്ടോ. മീനാക്ഷി അമ്മ നഗരപ്രദർശനത്തിന് ഇറങ്ങുകയാണ് കേട്ടോ. തൊട്ട് പുറകിലായിട്ട് ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ലാസ്റ്റ് വന്നത് എൻ്റെ 10ാം ക്ലാസ് റിസൾട്ടിൻ്റെ ഒരു സമയത്താണ്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഏകദേശം 10 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ ഒന്ന് നടക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഗോപുരത്തിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. ഇത് വെസ്റ്റ് ടവറാണ് കേട്ടോ. വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്താണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വഴി ആണ് നേരെ നമ്മൾ ടൗൺ ഭാഗത്തേക്ക് പോകേണ്ടത് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ തന്നെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ്, അതൊക്കെ ഈ ഭാഗത്താണ്. അപ്പോൾ നമ്മളിതാ ഈ വഴി ജസ്റ്റ് ഒന്ന് നടക്കുകയാണ്. ഈ ഭാഗത്ത് ഫോട്ടോസ്, ചരട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ സാരിയാണ് കേട്ടോ. കാഞ്ചീപുരം സിൽക്ക്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സാരികളുണ്ട്. നമ്മളങ്ങനെ ജസ്റ്റ് ഈ വഴി ഒരു നടത്തം അമ്പലത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതുപോലെ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോണ്, ക്യാമറ, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ക്ലോക്ക് റൂമിൽ വെക്കുകയോ അതുമല്ലെങ്കിൽ റൂമിൽ വെച്ചിട്ടോ നമുക്ക് പോകാവുന്നതാണ്.
ഹൈ സെക്യൂരിറ്റിയാണ് കേട്ടോ. സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള പോലെ തന്നെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ 2 തരത്തിലുള്ള ദർശനം അവൈലബിൾ ആണ്. ഒന്ന് ഫ്രീ ദർശനം, അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള ദർശനം നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് 100 രൂപയുടെ ടിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ 50 രൂപയുടെ ടിക്കറ്റ് നമുക്കിവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മധുരയിലേക്ക് എത്തിയ വീഡിയോ നിങ്ങളെന്തായാലും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് പഴനി അതുപോലെ തന്നെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്ന് ദർശനം നടത്തി പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രെയിനാണ് ഞാനിന്ന് മധുരയിലേക്ക് വന്ന അമൃത എക്സ്പ്രസ് കേട്ടോ. അത് രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്കും എത്തി. അതേ വണ്ടിക്ക് തന്നെ നമുക്ക് തിരിച്ച് നാട്ടിലേക്കും പോകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ട്രെയിനാണ് നമ്മുടെ അമൃത എക്സ്പ്രസ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കും അതുപോലെ തന്നെ പഴനി മുരുകൻ ക്ഷേത്രത്തിലേക്കും നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മളൊരു സർക്കിളിലേക്ക് എത്തിയിട്ടോ. ഈ ഭാഗത്തൊക്കെ തുണിത്തരങ്ങളാണ് കൂടുതലും ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ നല്ല ചെറിയതും വലുതുമായ നിലവിളക്കുകൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ തുണിത്തരങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതാ നല്ല നല്ല വളകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടതാ കളിപ്പാട്ടങ്ങൾ, ബാഗ്, അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് ചെറിയ പൈസയിൽ നമുക്കിവിടെ കിട്ടും കേട്ടോ. നമ്മളിതാ നടക്കാൻ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴ കേട്ടോ. നമ്മളിതാ ഒരു ഷെഡിൽ കയറിയിട്ടാണ്, നല്ല മഴ. അങ്ങനെ മഴ ചെറിയ രീതിയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. എത്തിയിട്ട് മുഴുവനായിട്ട് മഴ കുറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ കാഴ്ചകൾ പകർത്തുകയാണ്. ഇത്രയും നേരം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് മഴ വന്നത്. ഈ ഭാഗത്തൊക്കെ ഇതേപോലത്തെ ഫ്രൂട്ട്സിൻ്റെ കട, അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ്, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, അതായത് നമ്മളെ വിളക്ക്, കളിപ്പാട്ടം, ഫാൻസി ഐറ്റംസ്, അതൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഇതാ ക്ഷേത്രത്തിൻ്റെ ഭാഗം അങ്ങനെ വലം വെച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ നടക്കുന്ന വഴിയിൽ ഹോട്ടൽസ് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല കേട്ടോ. റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല. അത് നമ്മളെ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തായിട്ടാണ് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഫാൻസി ഐറ്റംസ്, ചെരുപ്പുകൾ, അതുപോലെ തന്നെ തുണിത്തരങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്.
ഇവിടെ മുഴുവൻ ഇതൊക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ. എല്ലാ ഭാഗത്തും സെയിം കടകളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ദർശന സമയം. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം 4 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ദർശന സമയം വരുന്നത് കേട്ടോ. ഇവിടെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മളിതാ വന്ന വഴി തന്നെ തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ കുറച്ച് കാഴ്ചകളാണ് ഞാനിപ്പം ഈ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ പകർത്തിയത്. അപ്പോൾ അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മുടെ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് എത്തണം. അതിൻ്റെ നല്ലൊരു ഹോട്ടൽ നോക്കിയിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. നമുക്ക് നേരെ നമ്മളെ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോകാം. വന്ന വഴി തന്നെ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. ഇപ്പം തീരെ മഴയില്ല കേട്ടോ. മഴ പൂർണ്ണമായിട്ട് നിന്നു. അതുപോലെ തന്നെ ഈ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തായിട്ട് ചെറുതും വലുതുമായ ഒരുപാട് ലോഡ്ജുകളുണ്ട് കേട്ടോ. നമ്മുടെ 500 രൂപ മുതൽ 2000 രൂപ വരെയുള്ള ലക്ഷറി റൂമുകളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലോഡ്ജൊക്കെ എടുക്കുമ്പോൾ ആദ്യം അവർ നല്ല റേറ്റാണ് പറയുക. പിന്നെ നമ്മളത് ബാർഗെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മളെ മിടുക്ക് പോലെ ഇരിക്കും. ബാർഗെയിൻ ചെയ്തെടുക്കുന്നത് നമ്മളെ മിടുക്ക് പോലെ ഇരിക്കും. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. പിന്നെ ഇതുപോലത്തെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കും കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ അടുത്ത മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് തന്നെ നമ്മളെ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അതുപോലെ തന്നെ നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ടോട്ടൽ 14 ഗോപുരങ്ങളുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും വലുത് 52 മീറ്റർ ഉയരമുള്ളതാണ് കേട്ടോ. 14 ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മഹാക്ഷേത്രമാണ് നമ്മളെ മധുര മീനാക്ഷി ക്ഷേത്രം. അപ്പോൾ അങ്ങനെ നമ്മളെ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 9 മണിയായിട്ടോ. അപ്പോൾ ഹോട്ടലൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആ വെസ്റ്റ് ടവറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. കണ്ടോ, ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും ഇവിടെ മൊത്തം വെള്ളത്തിലായി. നമ്മൾ നേരെ റെസ്റ്റോറൻറ്റ് തപ്പി പോവുകയാണ്. അല്ലേ, ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കും ഇവിടെ മുഴുവൻ വെള്ളത്തിലായിട്ടാ. അപ്പോൾ നമുക്ക് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്കും ഇതേ വഴി തന്നെയാണ് പോകേണ്ടത് കേട്ടോ. ഇവിടുന്നൊരു
ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനുണ്ട് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഈ ഭാഗത്തേക്ക് വണ്ടികളൊന്നും വരില്ല കേട്ടോ. വണ്ടികളൊക്കെ ആ ഭാഗത്താണ് ഉണ്ടാവുക. നല്ല ട്രാഫിക് നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഒരു 2 വീലറൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഒരു ഹോട്ടൽ തപ്പുകയാണ് ഇവിടെ. മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ രാവിലെ നടന്ന് വന്നൊരു വഴി തന്നെയാണ് കേട്ടോ. രാവിലെ നടന്നു വന്ന സെയിം വഴി കൂടെ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മധുര റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഈ ഭാഗത്തൊന്നും നമുക്കൊരു റെസ്റ്റോറൻറ്റ് പോലും കാണാൻ കഴിയുന്നില്ല. മിക്കവാറും ആ ടൗൺ ഏരിയ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഇവിടെ തന്നെ നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. വിനായക എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗീ റോസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അത് ഭക്ഷണം വരണ്ടേ, ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ബാക്കി പറയാം. അങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മൾ നേരെ ഇനി റൂമിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. ഇന്ന് രാത്രി തന്നെ നമ്മൾ തിരിച്ച് നേരെ നാട്ടിലേക്ക് വിടും കേട്ടോ. അപ്പം നാട്ടിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇപ്പം മധുരയിൽ നിന്ന് നേരെ ഡിണ്ടുകല്ല് പോവും. എന്നിട്ട് ഡിണ്ടുകല്ലിൽ നിന്ന് രാവിലെ 6 മണിക്ക് നമ്മുടെ ചെന്നൈ പാലക്കാട് സൂപ്പർഫാസ്റ്റിന് കയറി നേരെ പാലക്കാടെത്തും. അങ്ങനെയാണ് നമ്മളിപ്പം ഇവിടുന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഇപ്പം മഴയൊക്കെ കുറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മൾ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ നേരെ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകും. ഇനിയിപ്പോൾ ഇവിടുന്ന് മധുര ജംഗ്ഷൻ ഡിണ്ടുകല്ലിലേക്ക് പുലർച്ചെ 1:15 ട്രെയിനുള്ളത് കേട്ടോ. നമ്മളെ മധുരയിൽ നിന്ന് ഡിണ്ടുകൽ ഭാഗത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിന് 4 മണിക്കാണുള്ളത്. അപ്പോൾ നമ്മൾ 1:15 വണ്ടിക്ക് തന്നെയാണ് ഡിണ്ടുകല്ലിലേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ റൂമിലെത്തി കാണാം കേട്ടോ. അങ്ങനെ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ പരിസര ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ചെയ്തത് കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.